അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് ഉസ്താദിന് രാത്രി ഉറക്കമേ വരുന്നില്ല. അതെ, ആ കാര്യം ആലോചിച്ചിട്ട് റബ്ബേ, എൻ്റെ പെണ്ണ്, എൻ്റെ ഐഷു അങ്ങനെ ഉണ്ടെങ്കിൽ എന്നോട് പറയില്ലേ. ഇതിപ്പോൾ വിശ്വസിക്കാനും പറ്റൂല. തലങ്ങും വിലങ്ങും ശത്രുക്കളാണ് എൻ്റെ കുട്ടിക്ക്. റബ്ബേ, നീ കാക്ക്. പക്ഷെ ഐഷുവിനോട് മിണ്ടാതെ ഉസ്താദിന് അന്ന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അതെ, പലതവണ ഫോൺ എടുത്ത് നോക്കി. അല്ലാ, ഒരുപാട് മിസ് കോള്. നെറ്റ് ഇതുവരെ ഓൺ ചെയ്തിട്ടില്ല. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മെസ്സേജുകളും വന്ന് കിടക്കുന്നുണ്ടാവും. എന്നാലും മനസ്സങ്ങോട്ട് സമ്മതിക്കണില്ല. എന്താ റബ്ബേ ഞാൻ കേട്ടത്? നല്ല ഹാപ്പി ലൈഫായിരുന്നു. എന്നാലും ഓൾക്ക് എന്നോട് തന്നെ തുറന്നു പറഞ്ഞുകൂടായിരുന്നോ? എന്തായാലും ആ രാത്രി ഉസ്താദ് പിണങ്ങി കിടക്കുകയാണ്. അത് ഐഷുവിൻ്റെ അരികിലേക്ക് പോയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഐഷുവിൻ്റെ അരികിലേക്ക് പോകാത്ത ദിവസം വളരെയധികം ചുരുക്കമാണ്. എന്നാൽ പോകാതായിട്ട് ഉറക്കം വരുന്നില്ല. എന്താ റബ്ബേ ഞാൻ ചെയ്യാം, എനിക്കറിയുന്നില്ല. പക്ഷേ പോയി കഴിഞ്ഞാൽ ഹേയ് വേണ്ട. അങ്ങനെയാണെങ്കിൽ അവൾ എന്നോടത് പറഞ്ഞുകൂടായിരുന്നോ? ഉസ്താദ് എങ്ങനെയൊക്കെയോ നേരം വിളിപ്പിച്ചു. എന്നാൽ ഐഷുവും അതാ, തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് എന്തിനോട് പിണങ്ങിയത്? അവൾ വിചാരിച്ചു ഹാദിയക്ക് സ്ഥാനം കൊടുത്തുകൊണ്ടായിരിക്കും. ഹേയ്, എൻ്റെ ഉസ്താദ് അങ്ങനെയൊന്നും പിണങ്ങൂലല്ലോ അവൾ വിചാരിച്ചു. പിറ്റേന്ന് രാവിലെ അതാ ആഷിയുടെ കൂടെ സ്കൂളിലേക്ക് പോവുകയാണ്. ഉമ്മ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അല്ല മോളെ, എന്തിപ്പോൾ ഇന്നലെ ഇപ്പോൾ ലീവായിപ്പോയി? അല്ലെങ്കിൽ ഹബി വരാറുണ്ടല്ലോ. അറിയില്ല, അവൾ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു. പെട്ടെന്ന് ആഷി പറഞ്ഞു, ഉമ്മ കാര്യമായിട്ട് എന്തോ പിണക്കുണ്ട്, എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതാണ് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കണേ. ഒറ്റ വാക്കിൽ ഇങ്ങനെ ഒരു ഉത്തരം പറയുമ്പോഴും അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. ഒന്ന് പോവാഷിക്ക, വണ്ടി എടുക്ക്. അല്ല പെണ്ണെ, ഇന്നെല്ലാം മഴയല്ലേ, നമുക്ക് ബൈക്കിന് പോകണ്ട, കാറിന് പോയാലോ? കാറെങ്കിൽ കാറ്. അങ്ങനെ അതാ അവൾ നേരെ മുൻപിലെ സീറ്റിൽ വന്നിരുന്നു. മുഖം കനപ്പിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചു, അല്ല എന്താപ്പോ നമ്മളെ ബീവിക്ക് ഒരു പിണക്കം? ഒന്നുമില്ലക്കാ, ആഷിക്ക് വണ്ടി വിട്. അതെ, ഹബീബ് ഉസ്താദ് എന്നോട് ഇന്നലെ മിണ്ടിയിട്ടില്ല, വിളിച്ചിട്ടില്ല. ആഹാ, വെറുതെ അല്ല. അതെന്താടി വീണ്ടും? ആരാ മണ്ണ് വാരിയിട്ടത്? അറിയില്ല, എന്നോട് മിണ്ടായിട്ടൊന്നുമില്ല. അതോ ഇനി സ്ഥാനം അങ്ങനെ മാറി കൊടുത്തിട്ടായിരിക്കും. ഹേയ്, അതാവാൻ വഴിയില്ല. അങ്ങനെ അതാ അന്ന് അവൾ ക്ലാസ് റൂമിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഹാദിയ അവളുടെ അരികിലേക്ക് ഓടി വരുന്നു. ഐഷു, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. സത്യം പറഞ്ഞാൽ ആദ്യയും ഐഷുവും നല്ല രീതിയിൽ സംസാരിക്കുന്നേ കണ്ട് എല്ലാവരും പറഞ്ഞു, സംഭവം മറ്റൊന്നുമല്ല, വലിയൊരു സ്ഥാനമാണ് കൊടുത്തില്ലേ, അതിൻ്റേതാണ്. തിരക്കടില്ല അവൾക്ക്. ഐഷു പാവല്ലേ. എന്നാൽ ഐഷുവിൻ്റെ മുഖം അത്ര ക്ലിയർ അല്ല. അതവൾ നോക്കിക്കണ്ടു ഹാദിയ. അതെ, എന്തോ ഏറ്റിട്ടുണ്ട്, സംഭവം ഏറ്റിക്കണെന്ന് തോന്നുന്നുണ്ട്. വല്ലാതെ മിണ്ടാട്ടില്ലല്ലോ. ഇനി ഹബീബ് ഉസ്താദ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ കാണാം. എന്നാൽ അതാ ബെല്ലടിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്നു. അന്ന് ഷെഫീഖ് ഉസ്താദാണ് ആദ്യം ഇവരുടെ വന്നത്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇജ്ലിസ്. എന്തൊക്കെയേ, സുഖല്ലേ, റാഹത്തല്ലേ? നല്ല മഴയൊക്കെയാണല്ലോ അല്ലേ? ഉസ്താദെ ലീവൊക്കെ തന്നൂടെ? ലീവ് തന്ന് ഇത് മഴ നനയണമെന്നില്ലല്ലോ, ക്ലാസ് റൂമിലല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ. വീട്ടിലായാലും വെറുതെ ഇരിക്കും ഫോണും കണ്ട്. ഇവിടെ ആകുമ്പോൾ എന്തെങ്കിലും പഠിക്കാൻ രണ്ടക്ഷരം, എന്താ നനയുന്നില്ലല്ലോ. ഓക്കെ, നോ പ്രോബ്ലം. പിന്നെ കളക്ടർ അവധി പ്രഖ്യാപിച്ചെങ്കിലല്ലേ നമുക്ക് ലീവാക്കാൻ പറ്റുള്ളൂ. എന്തൊക്കെ തന്നെയായാലും ഓക്കെ അല്ലേ ഹാദിയ? ഉസ്താദ്, എങ്ങനെയുണ്ട് നിൻ്റെ ലീഡർ സ്ഥാനം? തുടങ്ങിയോ ഭരണം? അവളൊന്നും മിണ്ടിയില്ല. അത് കേട്ട് ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഒന്ന് ചിരിച്ചു. പിന്നെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുക. എന്തായാലും ഐഷു നല്ലൊരു സ്ഥാനം നിനക്ക് ഏൽപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ, നല്ല രീതിയിൽ കൊണ്ടു നടക്കുക കേട്ടോ. ഓക്കെ ലിസ്. ഓക്കെ, അങ്ങനെ നമുക്ക് പാഠത്തിലേക്ക് പ്രവേശിക്കാം. അല്ല മക്കളെ, പിന്നെ ഇന്ന് ഹബീബ് ഉസ്താദിൻ്റെ പീരീഡ് ഞാനാണ് എടുക്കുന്നത്. തൽക്കാലം ഹബീബ് ഉസ്താദ് 2 ദിവസം നിങ്ങളുടെ ക്ലാസ്സിലില്ല. പകരം മറ്റൊരു ക്ലാസ്സിൽ ട്യൂഷൻ, അതായത് അവിടെ സ്പെഷ്യൽ ക്ലാസ്സായിട്ട് അത്യാവശ്യമായിട്ട് അങ്ങോട്ട് പോവേണ്ട ആവശ്യം കൊണ്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഓക്കെ. അല്ലാ, ഒരു നിമിഷം അതാ ക്ലാസ് ഒന്നാകെയാകെ ഒച്ചപ്പാട്. എന്തു പറ്റി? ഹബീബ് ഉസ്താദ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും എന്താ, ഉസ്താദ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇത്രയധികം ഒരു ടെൻഷൻ ആവേണ്ട ആവശ്യം? അല്ല ഉസ്താദേ, ഹബീബ് ഉസ്താദ് ഇല്ലേ? ഹബീബ് ഉസ്താദ് ഇല്ല ഞാൻ അങ്ങനെ ശരിയാവോ? ഞങ്ങൾ ആ ക്ലാസ്സിൻ്റെ പാഠഭാഗം ഷെഫി ഉസ്താദ് പഠിപ്പിച്ചാൽ സലൻ.
ഹബീബ് ഉസ്താദ് തൽക്കാലം ചിലപ്പോൾ ഇവിടുന്ന് പോകും മക്കളെ, കൂടുതൽ സമയമൊന്നും ഇവിടെ നിൽക്കൂല. അദ്ദേഹത്തിന് മറ്റു പലയിടത്തേക്കും നല്ല 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 കോളേജിലേക്കൊക്കെ വിളിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാലേ മൂപ്പര് പറഞ്ഞിട്ട് ശരിയാവില്ല എന്ന് പറയുന്നുണ്ട്. ഒരു നിമിഷം ഹാദിയുടെ മുഖം വല്ലാതെയായി. പഠിച്ചോനെ, ഇനിയിപ്പോൾ ഉസ്താദിനൊന്ന് കാണാനും പറ്റൂലേ? ഓ, ഇനിയിപ്പോൾ എന്താ ഞാൻ ചെയ്യുക? ഞാൻ ചെയ്ത് തെറ്റൊന്ന് തിരുത്തി പറയണോ? അറിഞ്ഞാൽ ആകെ മോശമാവും. ഞാൻ ഇത്രക്കും മോശക്കാരിയാണെന്ന് തൽക്കാലം മിണ്ടാതിരിക്കാം, അതായിരിക്കും നല്ലത്. എന്നാൽ ഹാദിയുടെ മനസ്സിൽ ഐഷു സ്ഥാനം തരുകയും ചെയ്തു. അതിനിടയ്ക്ക് ആ പണി ഒപ്പിക്കുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ അവൾ ജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം കൊണ്ട് ഞാൻ ചെയ്തതാണ്. പക്ഷേ എല്ലാവരുടെയും ഇടയിൽ വെച്ച് അവൾ ആ സ്ഥാനം എനിക്ക് നൽകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അങ്ങനെയാണെങ്കിൽ എന്നാൽ ഈ സമയം അതാ ഐഷുവിൻ്റെ ക്ലാസ്സിലേക്ക് ഹബീബ് ഉസ്താദ് വന്നിട്ടില്ലായിരുന്നു. ഷെഫീഖ് ഉസ്താദ് തന്നെ പാഠങ്ങളെല്ലാം എടുത്തു. സത്യം പറഞ്ഞാൽ ആ ക്ലാസ്സിൽ ആകപ്പാടെ ഒരു മൂകതയായിരുന്നു. അതെ, ഹബീബ് ഉസ്താദ് അയാൾ വന്നില്ല. ഹബീബ് ഉസ്താദിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ക്ലാസ്സിലേക്ക് തന്നെ വരുന്നത്. അദ്ദേഹം ഇല്ലാതെ കോളേജ് നിർത്തേണ്ടി വരും. അങ്ങനത്തെ ഓരോ കമൻസും ഓരോ പെൺകുട്ടികൾ ഇടാൻ തുടങ്ങി. എന്നാൽ ഐഷു അതെല്ലാം കേട്ടു. പക്ഷേ ഐഷുവിൻ്റെ മനസ്സിൽ ആകെപ്പാടെ ടെൻഷനായിരുന്നു. റബ്ബേ, എന്നോടുമില്ല ആരോടുമില്ല, എന്തെന്നവൻ ടെൻഷൻ. ഒന്ന് ഐഷുവിൻ്റെ മുഖത്തേക്ക് നോക്കുവാനോ കാണുവാനോ അന്ന് ഹബീബ് ഉസ്താദ് എത്തിയില്ല. അവൾ ആകാംക്ഷയോടെ നോക്കും, അടുത്ത പീരീഡ് വരുമോ എന്ന് കരുതിയിട്ട്. അല്ലടി പെണ്ണേ, ഷംന ചോദിക്കുന്നു, നിന്റെ ഹബീബ് ഉസ്താദ് എവിടെ? അല്ല, നീയല്ലേ പറഞ്ഞത് ഞങ്ങൾ പാസ്പോർട്ട് എടുക്കാൻ കൊടുക്കാന്നോ? അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നോ? ആ, അത് ഒന്നും ആയിട്ടൊന്നുമില്ല. എടി പെണ്ണെ വേഗം കൊടുക്ക്. അയ്യേ, എന്താ ഇത്? വേഗം പോയി ഉംറക്ക് പോയിക്കോ രണ്ടുപേരും. ഇന്നൊരു സ്റ്റാറ്റസ് കിട്ടുകൊണ്ടിട്ടോ. നമ്മൾ ക്ലാസ്സിൽ കുറച്ച് അസൂയാൽക്കാരുണ്ട്, അവർക്കൊക്കെ ഒന്ന് പൊള്ളണം അത് കണ്ടിട്ട്. വേഗം ചെല്ലേ. നീ എന്താ വെറും കൈകൾ പിടിച്ചു നിൽക്കുന്ന മാത്രം സ്റ്റാറ്റസ് ഇടുന്നത്? അല്ല, ഇന്നലെ സ്റ്റാറ്റസ് ഒന്നും കണ്ടില്ലല്ലോ. ഇന്നലെ ഹബീബ് ഉസ്താദ് അല്ല പെണ്ണ് ഇന്നും വന്നില്ലല്ലോ, എന്താ പറ്റി? എന്തേ പിണക്കുണ്ടോ? അതൊന്നും അറിയില്ല. ഓ, ഇടയ്ക്കിടയ്ക്ക് തന്നെ പണി, എന്തായാലും തിരക്കിടില്ല. അതടി, സ്നേഹമുള്ളിടത്തല്ലേ പിണക്കുണ്ടാവുള്ളൂ, അതുകൊണ്ടായിരിക്കും. എന്നാൽ ഹബീബ് ഉസ്താദിന് ആകപ്പാടെ ഒരു മൂഡ് ഓഫ് ആയിരുന്നു. അവളോടാണെങ്കിൽ മിണ്ടാനും കഴിഞ്ഞില്ല. ഒന്നും എനിക്കാണെങ്കിൽ ആകപ്പാടെ കേട്ട് ടെൻഷനും. എന്തായാലും വേണ്ടില്ല, ഓളോടൊന്ന് ചോദിക്കണം അറിയാത്ത രീതിയിൽ. അന്നതാ ഹബീബ് ഉസ്താദ് ക്ലാസ്സിലേക്ക് അല്പസമയം കഴിഞ്ഞപ്പോൾ വരുന്നു. ഐഷു, ഡിയ പെണ്ണെ, ഉസ്താദെ എന്ത് ഞങ്ങൾ ക്ലാസ്സിലേക്ക് വരാത്തത്? ആരൊക്കെയോ ചോദിച്ചു. വരാം. ഐഷു ഇവിടെ വന്നേ. പെണ്ണ് പൊയ്ക്കോ പെണ്ണെ. അവൾ അവിടെ നിന്ന് എഴുന്നേറ്റു. എല്ലാവരും അവളെ നോക്കി. ഓളൊരു ഭാഗ്യല്ലേ, അത്ര സുന്ദരനായൊരു സ്ഥാനം കിട്ടിയില്ലേ. നേരെ അതാ ഉസ്താദിൻ്റെ അരികിലേക്ക് ഭയത്തോടെ. എന്താ നിൻ്റെ മുഖത്തൊരു ഭയം? ഒന്നുമില്ല. എന്താ എന്നോട് വിളിച്ചിട്ടൊന്ന് ഫോൺ എടുക്കാത്തത്, മെസ്സേജ് ഒന്നും നോക്കാത്തത്? ഓൺലൈനിൽ പോലും ഇല്ലല്ലോ, എന്തു പറ്റി? അവളും പരിഭവത്തോടെ. ഒന്നുമില്ല. അതെ ഐഷു, പിന്നെ ഫോൺ എന്താ നീ നിൻ്റെ അടുത്ത് കൊണ്ടുതരാതിരുന്നത്? എന്താ കൊണ്ടുവന്നിട്ടെന്താ? എന്നോട് മിണ്ടൂലല്ലോ. ഫോൺ എന്തിനാ നിനക്ക്? ആർക്കെങ്കിലും മെസ്സേജ് അയക്കാനോ കോൾ ചെയ്യാനാണോ? ബെസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് തരുമോ? ദാ ഫോണ്, എനിക്ക് വേണ്ട ഫോണിൻ്റെ ആവശ്യമേ എനിക്കില്ല. അത്യാവശ്യം വിളിക്കണമെന്നുണ്ടെങ്കിൽ ആഷിയുടെ ഫോണുണ്ട്, ആഷിയുടെ ഫോണിൽ നിന്ന് ഞാൻ വിളിച്ചോണ്ട്. അല്ലാതെ എനിക്ക് ഒരു നിർബന്ധമില്ല. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളും അല്ലേ, അതൊന്നും അത്ര നിർബന്ധമുള്ള കാര്യമില്ലല്ലോ. അതൊക്കെ എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ആഷിൻ്റെ ഫോണിൽ നിന്ന് ഉസ്താദിനോട് വിളിച്ച് ചോദിച്ചിട്ട് അങ്ങനെ ചെയ്തോളാം. അല്ലാതെ നിനക്ക് ഫോൺ വേണ്ട? വേണ്ട. അതെന്താ? നിൻ്റെ മറ്റവൻ വിളിക്കൂലേ? ഒരു നിമിഷം ഐഷു ഉസ്താദിൻ്റെ മുഖത്തേക്ക് നോക്കി. ഇക്ക, നിങ്ങൾ എന്താ പറഞ്ഞത്? അതെ, നിന്നെ കെട്ടാൻ പോകുന്ന ഒരുത്തനുണ്ടല്ലോ, അത് എന്താ മെസ്സേജ് അയച്ചിരുന്നല്ലോ. ഒരു നിമിഷം അവളുടെ കൈകാലുകൾ കുഴഞ്ഞുപോയി. എന്ത്? ഒന്നുമില്ല. എന്തൊക്കെയായിരുന്നു ഐഷു? എന്നോടൊരു വാക്ക് പറഞ്ഞുകൊണ്ടിരുന്നല്ലോ. ഞാൻ നിന്നെ അത്രയ്ക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ നിന്നെ നിക്കാഹ് കഴിച്ചത്. പിന്നെ അതിനിടയ്ക്ക് ഇങ്ങനൊരു ബന്ധമുള്ളത് ഞാൻ അറിഞ്ഞില്ല. എന്നാൽ പിന്നെ നിക്കാഹിന് മുമ്പാണെങ്കിൽ ഓക്കെ, നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം അത് വേണോ? എന്ത്? അവർ രണ്ടുപേരും നടന്ന് ആ ഗ്രൗണ്ടിലൂടെ നടക്കുകയെന്ന്. ഇക്ക് എന്ത് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. അതെ, ഇത് നോക്ക് ഉസ്താദ്. അതാ ആ ഒരു മെസ്സേജ് ഉസ്താദിൻ്റെ ഫോണിലേക്ക് ഫോട്ടോ എടുത്ത് വെച്ചിരുന്നു. ഇതാരാ? സത്യം പറയണം, ഇതാരാ? നമ്പറാണ്, സേവ് അല്ല.
ഒരു നിമിഷം അവൾ ആ മെസ്സേജ് വായിച്ചു ഞെട്ടിപ്പോയി. റബ്ബേ, ഇക്ക, സത്യമായിട്ടും എന്നെ ആരും ചതിച്ചതാണ്. ഈ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്കണം. അല്ലാതെ സത്യമായിട്ടും ഇക്ക, ഞാനൊരിക്കലും ഇക്കയെ ചതിച്ചിട്ടില്ല. അതറിയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മനസ്സിൽ കിടന്ന് പെടയായിരുന്നത്. നിൻ്റെ ഫോണിലേക്കാണ് ഈ മെസ്സേജ് വന്നത്. മനുഷ്യന് സമാധാനം കിട്ടുമോ? ഇന്നലെ ഉറങ്ങിയിട്ടില്ല ഞാൻ. എൻ്റെ സ്വപ്നങ്ങളെല്ലാം ഒരു നിമിഷം തകർന്നടിഞ്ഞതുപോലെ ഞാൻ വിചാരിച്ചത്. എനിക്കിത് അറിയണമായിരുന്നു. ഇത് നിനക്കറിയുന്നതാണ്. സത്യം പറയണം, നിനക്കറിയുമോ ഇതാരാണെന്ന്? ഇല്ല, എനിക്കറിയില്ല. നീ എൻ്റെ മുമ്പിൽ നിന്നൊരു കോള് ചെയ്യണം, എങ്കിൽ മാത്രമേ എനിക്ക് വിശ്വാസം വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ പോയിക്കോളാം, നിങ്ങൾ ജീവിച്ചോളി. എങ്ങനെയെന്ന് വെച്ചാൽ. ഇക്ക, അങ്ങ് എന്തേ പറയുന്നത്? പഠിച്ചവനാണ് സത്യം. എനിക്ക് അങ്ങനത്തെ ഒരു ബന്ധം ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ആയാൽ നന്ന്. അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കൽ പോലും ഹബീബിനെ നീ ഇവിടെ കാണില്ല. പോകും, ഇവിടെയും വിട്ട് എങ്ങോട്ടെങ്കിലും. പെണ്ണും വേണ്ട, പിടക്കവും വേണ്ട. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെ ഇക്ക, കാര്യമറിയാതെ നിങ്ങൾ സംസാരിക്കരുത്. എന്തിനാ എന്നെങ്ങനെ വേദനിപ്പിക്കുന്നത്? എന്നാൽ ഇക്ക, എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അന്ന് നിങ്ങൾ അയച്ച മെസ്സേജ് ഞാൻ ആദ്യയുടെ ഫോണിൽ കണ്ടിരുന്നു. നിങ്ങൾ എന്തൊക്കെ മെസ്സേജാണ് ആദ്യമൊക്കെ അയച്ചത്? അതെല്ലാം എനിക്ക് കാണിച്ചു തന്നിരുന്നു. അതെ, അതെല്ലാം ശരിക്കും ഞാൻ കണ്ടതാണ്. ഒരു നിമിഷം ഹബീബ് ഉസ്താദ് ഞെട്ടിപ്പോയി. ഞാനോ? ആർക്ക്? നിങ്ങൾ ആദ്യമൊക്കെ മെസ്സേജ് അയച്ചില്ലേ? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എനിക്ക് അത് കണ്ടതിന് ശേഷം സമാധാനമില്ലായിരുന്നു. എൻ്റെ മനസ്സാകെ അതായിരുന്നു അന്ന് ഞാൻ മിണ്ടാതിരുന്നത്. ഞാൻ അയച്ചിട്ടൊന്നുമില്ലേക്കും. എനിക്ക് ആ സ്വഭാവമൊന്നുമില്ല. എന്തിന്? ഞാൻ വെറുതെ കുട്ടികൾക്ക് മെസ്സേജ് അയക്കണം. ഗ്രൂപ്പിൽ വരെ ഞാൻ വല്ലപ്പോഴും ഇടാറുള്ളൂ എന്തെങ്കിലുമൊക്കെ. അല്ല, നിങ്ങൾ എന്തൊക്കെ മെസ്സേജ് പറഞ്ഞയച്ചതൊക്കെ ഞാൻ കണ്ടതാണ് നിങ്ങളുടെ ഫോണിൽ നിന്ന്. ശരിക്കും അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ കണ്ടതുമാണ്. ഒരു നിമിഷം ഹബീബ് ഉസ്താദിന് ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയൊരു ചതിയുണ്ടെന്ന് മനസ്സിലാക്കി. ഐഷു, നോക്കട്ടെ, ആ നമ്പറിലേക്കൊന്ന് വിളിക്കണം. നീ ഇപ്പോഴല്ല, ഇന്ന് രാത്രി. ഞാനിന്ന് അങ്ങോട്ട് വരും. ഓക്കെ? അങ്ങനെ അന്ന് സങ്കടത്തോടെ ആശുയുടെ പുറകിലായിട്ട് പോകുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല. എന്താ ഇഷു ഒന്നും മിണ്ടാത്തത്? ഒന്നുമില്ലക്ക, ആരോ ഞങ്ങളുടെ ജീവിതത്തിൽ കിടന്ന് കളിക്കുന്നുണ്ട്. ആരോ കളിക്കുന്നുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ. അതെ, ഞങ്ങളുടെ ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടി. അതെ, എൻ്റെ ഫോണിലേക്കും ഉസ്താദിൻ്റെ ഫോണിലേക്കൊക്കെ ആയിട്ട് അങ്ങനെ പലതും അങ്ങനെയൊക്കെ വരുന്നുണ്ട്, ഓരോ ഫേക്ക് ഐഡിയിൽ നിന്നൊക്കെ. ആരാണിതൊക്കെ ഇതിൻ്റെ പിന്നിൽ? അറിയില്ല. എന്തായാലും അതാണല്ലേ കാര്യം. അതൊക്കെ വിഷയമാക്കാതെ നിങ്ങളെന്തിനാ അതൊക്കെ ഇങ്ങനെ വിഷയമാക്കുന്നത്? അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട കേട്ടോ. ഇനി അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് വെറുതെ തലവുണ്ടാക്കണ്ട. അങ്ങനെ പലരും ശത്രുക്കളൊക്കെ ചെയ്യും. അതൊക്കെ നമ്മൾ ഇതിലാണ് കേട്ടതിൽ വിടുക എന്നല്ലാതെ അതിൻ്റെ പിന്നാലെ പോയിട്ട് ഒരു കാര്യമില്ല. അവൾക്കൊന്ന് സങ്കടമായിരുന്നു. എന്നാലും ആരായിരിക്കും എന്നോട് ഇത്രയ്ക്കും വലിയ ചതി ചെയ്തത്? റബ്ബേ, ആ നിമിഷം തന്നെ വിളിച്ചു നോക്കണം ആ നമ്പർ. എനിക്ക് അങ്ങനത്തെ ഒരാളൊരു പരിചയമില്ല, ഒന്നുമില്ല. ആരതിൻ്റെ പിന്നിൽ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. എന്നാൽ ഹബീബ് ഉസ്താദ് ആ നിമിഷം തന്നെ ആ ഫോണിലേക്ക് നമ്പറിലേക്കൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് വിചാരിച്ചു. വേണ്ട, ഐഷുവിൻ്റെ മുന്നിൽ നിന്ന് തന്നെ ആക്കാം. കാരണം അറിയാലോ, കള്ളത്തരമാണോ അതോ സത്യമാണോ എന്നുള്ളത്. ആ നിമിഷം തന്നെ ഹബീബ് ഉസ്താദ് അന്ന് ഐഷുവിനെ വിളിക്കുവാൻ വേണ്ടി വന്നു. ഐഷു മോളെ, ഹബീദ വന്നിക്കണേ, മോനെ കയറ്. അല്ലമ്മ, ഞാൻ വരാം, അവൾ വിളിക്ക്. ഇങ്ങോട്ട് വാടി. വാ. എങ്ങോട്ടാ? കാറിൽ കയറ്, നമുക്കൊന്ന് പുറത്ത് പോയിരാ. ഇന്ന് പോണപ്പോൾ അതിനെന്താ, നീ വാ. ഐഷു, നിൻ്റെയും എൻ്റെയും ജീവിതത്തിൽ ശരിക്കും ആരോ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. അതെ, അതല്ല നീ മറ്റു പലതും എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടോ? ഒക്കെ എന്നോട് നീ വിശദമായി പറയണം. എനിക്ക് ആകെപ്പാടെ ടെൻഷനാണ്, എനിക്ക് കഴിയുന്നില്ല. എന്താ ഞാൻ ചെയ്യാം? ഇങ്ങനെയുള്ള മെസ്സേജ് കാണുമ്പോൾ ഏതെങ്കിലും ഭർത്താവിന് സഹിക്കാൻ കഴിയുമോ? എന്തൊക്കെയാണതിൽ? നീ വിവാഹം കഴിച്ചതിന് ശേഷം എന്നോട് മൈൻഡില്ല. എൻ്റെ കൂടെ ഒരു യാത്രക്കെങ്കിലും നീ വാ. ആദ്യം നമ്മൾ ഒരുപാട് യാത്ര ചെയ്തതല്ലേ. നമ്മൾ എന്തൊക്കെയാണ് ഐഷു? അതെങ്ങനെ എനിക്ക് സത്യമായിട്ടും ആരോ എന്നെ ചതിക്കുകയാണ്. ആ നിമിഷം തന്നെ രാത്രിയിൽ ഉസ്താദിൻ്റെ
അറിയാത്തൊരു നമ്പറിൽ നിന്ന് അന്ന് ഉസ്താദ് വേറൊരു നമ്പർ സംഘടിപ്പിച്ചു. കാരണം ഒരു പക്ഷേ എൻ്റെ നമ്പറിൽ നിന്നാകുമ്പോൾ ഉസ്താദിൻ്റെ പേര് വരും, ഐഷുവിൻ്റെ നമ്പറിൽ നിന്നാണെങ്കിലും അങ്ങനെയും വരും. തൽക്കാലം ഈ ഒരു പുതിയ നമ്പറിൽ നിന്ന് വിളിച്ചു നോക്കാം. ഐഷു, എനിക്ക് നിന്നോട് സ്നേഹമില്ല കേട്ടോ, ഒന്നുമല്ല. പക്ഷെ എൻ്റെ സംശയം ഒന്ന് തീർത്തില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് എന്തർത്ഥം ഉണ്ടാകുക? അതെ, നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു അർത്ഥം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സൊന്ന് ക്ലിയർ ആവണം. മനസ്സ് ക്ലിയർ ആവാതെ ജീവിതം മുന്നോട്ട് പോയിട്ട് ഒരു കാര്യമില്ലല്ലോ. എന്തിനാ ഇങ്ങനെയുള്ള ജീവിതം ആസ്വദിക്കാതെ? ഇക്ക് വിളിക്ക്. നിനക്ക് സമ്മതമാണോ? പൂർണ്ണമായ സമ്മതമാണ്. എനിക്കും അറിയണം എൻ്റെ ജീവിതത്തിൽ കയറി കളിക്കുന്നവരെ. ആ നിമിഷം തന്നെ ആ അറിയാത്ത നമ്പറിൽ നിന്ന് അതാ വിളിക്കുന്നു. ഹാദിയുടെ ഫോൺ ബെല്ലടിക്കുന്നു. മോളെ, ഇത് ഫോണ് ബെല്ലടിക്കുന്നു. ഓ, ഫോണോ? ആരോ അമ്മ? ആരാ അറിയില്ലടി, ഒരു നമ്പറാണ്. ഓ, ഹലോ. ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി. റബ്ബേ, ഇത് മറ്റേ സിമ്മിലേക്കാണല്ലോ വന്നിട്ടുള്ളത്. ഞാനത് എടുക്കാൻ പാടില്ലായിരുന്നു. ഞാൻ പറ്റിക്കാൻ വേണ്ടി എടുത്ത സിമ്മായിരുന്നു. അതെ, അവളുടെ ആ ഒരു ശബ്ദം ശരിക്കും ഉസ്താദിനും പിടികിട്ടി. മനസ്സിലായി. ബെസ്റ്റ്. അറിയാതെ അതാ വീണ്ടും ആ നമ്പറിൽ നിന്ന് ഒരു കോള് വരുന്നു. ഹലോ, ഇതാരാണ്? വ്യക്തമായി ശരിക്കും അത് ഹാദിയ തന്നെ. ഒരു നിമിഷം ഹബീബ് ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഐഷു, ഇവിടെ നിന്നാൽ ശരിയാവില്ല, നമുക്ക് പെട്ടെന്ന് പോകണം. ഇനിയും ഇവിടെ നിന്നാലേ നമ്മളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിഷമിച്ച് ഞാൻ എത്രമാത്രം ടെൻഷനായിരുന്നു. എൻ്റെ ഐഷു എന്നോട് ചെയ്യില്ല, എന്നാലും ഏതൊരാളും പേടിച്ചു പോകുന്ന രീതിയിലുള്ള മെസ്സേജ് അല്ലേ. സത്യം പറഞ്ഞ് ഞാൻ വിചാരിച്ചു ജസ്റ്റ് നിനക്ക് എന്നോടൊന്ന് സൂചിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ നിന്നെ ഒഴിവാക്കി തരുമായിരുന്നു. പക്ഷേ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കില്ല ഇവിടെ ആരും, ഒരിക്കൽ പോലും ആർക്കും ഇഷ്ടമല്ല. ഐഷു പൊട്ടിക്കരഞ്ഞു. ഞാൻ ഒരിക്കലും. സാരല്ല. ഐഷുവിനെ നെഞ്ചോട് ചേർത്ത് അതാ ഉസ്താദ് പൊട്ടിക്കരഞ്ഞു എന്ന് പറഞ്ഞു. ഐഷു, വാ, നമുക്ക് പാസ്പോർട്ടിന് അപേക്ഷിക്കാം. ഇവിടെ ശരിയാവില്ല, നമുക്ക് പോവാം ഇവിടുന്ന്. അതായത് ഈ കോളേജിന് ശരിയാവില്ല, കാരണം ചുറ്റും ശത്രുക്കളാണ്. പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക്. അല്ല, നീയല്ലേ പറഞ്ഞത് അങ്ങനെ ഒരു മെസ്സേജ് എൻ്റെ ഉസ്താദിൻ്റെ ഫോണിൽ നിന്ന് അയച്ച മെസ്സേജ് ഞാനും കണ്ടിരുന്നു. ആദ്യ, എനിക്ക് നിന്നെ ഇഷ്ടമാണടി, നീ എന്താ ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് വരാത്തത് എന്നൊക്കെ ചോദിച്ചിട്ടുള്ളൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് അന്ന് ഞാൻ അത്രയും ദിവസം പിണങ്ങി നിന്നത്. ഓ, നീ അത് പുറത്ത് പറഞ്ഞില്ലല്ലേ? എന്നോട് പറയാമായിരുന്നില്ലേ? ഞാൻ എങ്ങനെ പറയും? പക്ഷേ ഇത് എനിക്ക് സംഭവിച്ചത് അത് നിന്നോട് പറയാതിരിക്കാൻ കഴിയില്ല. വെറുതെ നടന്നിട്ട് കാര്യമില്ലല്ലോ, സത്യം തെളിയിക്കണ്ടേ? സത്യം എന്തായാലും തെളിയിക്കാനേ വേണം. അത് പെട്ടെന്ന് തെളിയിച്ചു. കാര്യം മനസ്സിലായി. ആ രാത്രിയിൽ അവർക്ക് ഒരുപാട് സഹതാപങ്ങൾ പറയുവാനുണ്ടായിരുന്നു. എൻ്റെ ഇഷ്യൂ, നീ എന്നോട് ക്ഷമിക്കണം. എന്താ ചെയ്യാം, ഞാനൊരു ഭർത്താവല്ലേ, എൻ്റെ അവസ്ഥ അങ്ങനെ തന്നെ ആയിരിക്കും. സാരല്ല, നീ അനുഭവിച്ചു, ഞാനും അനുഭവിച്ചു. നീ അനുഭവിച്ചതിന് പകരമായിട്ട് ഞാനും അനുഭവിച്ചു. അതെ, സമ്മതിക്കില്ലടി ജീവിക്കാൻ. ഹാദിയാണ് ഇതിന് പിന്നിൽ. സത്യം പറഞ്ഞാൽ എനിക്ക് ആ കോളേജിലൊക്കെ പോകാനും തോന്നുന്നില്ല. അവൾക്ക് നീ ലീഡർ സ്ഥാനം വരെ ഒഴിഞ്ഞു കൊടുത്തു, എന്നിട്ട് പോലും അവൾ നിന്നെ ചതിച്ച് കണ്ടില്ലേ? സാരല്ല. ഐഷു, നിനക്ക് വിഷമമായില്ലേ? എന്ത് ചെയ്യാം, അങ്ങനത്തെ ആളുകളുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് സ്ഥലം വേണം. അങ്ങനെ അതാ ഐഷുവും ഹബീബ് ഉസ്താദും ആ കോളേജ് വിടുവാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഒരു പക്ഷേ ഹബീബ് ഉസ്താദ് കോളേജിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പല പെൺകുട്ടികളും കോളേജ് വരെ നിർത്താനും കൂടി ചാൻസ് ഉണ്ട്. മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും ഏറ്റുപറഞ്ഞ് ഹബീബ് ഉസ്താദും ഐഷുവും വീണ്ടും അതാ ഒന്നാവുകയാണ്. അതെ, ഇവിടം വിടണം, നമുക്ക് പറക്കണം പെട്ടെന്ന് തന്നെ. ഹബീബ് ഉസ്താദ് ഐഷുവിൻ്റെ മുടിയിൽ തഴുകി തലോടിക്കൊണ്ട് അവളുടെ നെറുകിൽ ചുംബനങ്ങൾ അർപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.